പാറപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഒരു ഒറ്റ പാറയുടെ മുകളിലാണ് ഈ ഒരു അമ്പലം കേട്ടോ. ഇവിടെ പുനരുദ്ധാരണമാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വരാം. ഇവിടുത്തെ മൂർത്തി സന്താനഗോപാലനാണ്. കുട്ടികളില്ലാത്തവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 6 മാസം നിർബന്ധമായിട്ട് നമ്മൾ വന്ന് പൂജ ചെയ്ത് തൊഴുതു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണെന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ഭഗവാന്റെ കാൽപാദം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഈ വെള്ളം നിൽക്കുന്ന സ്ഥലം 12 അടി താഴ്ചയുണ്ട്. ഈ വെള്ളം അവർ വറ്റിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഭഗവാന്റെ കാൽപാദം കാണാൻ പറ്റുമെന്നാണ് പറയണത്. അതുപോലെ തന്നെ ഇവിടെയാണ് ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗദ വീണിട്ടുള്ളതെന്നാണ് പറയണത്. ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗദ വീണിട്ടാണത്രേ ഇവിടെ ഈ കുഴി ഉണ്ടായിട്ടുള്ളത്. സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള പൂജ ഇവിടെ നടത്തപ്പെടുന്നുണ്ട്. എത്ര കുട്ടികളില്ലാത്ത ആൾക്കാർക്കും ഇവിടെ വന്ന് പൂജ ചെയ്താൽ കുട്ടികളുണ്ടാവുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ തിരുമേനി പറയുന്നത്. അതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ വല്ല തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ കാര്യസിദ്ധിക്കുള്ള പൂജ നടത്തുകയാണെങ്കിൽ അതെന്തായാലും നടന്നിരിക്കും. ആ കാര്യം യാതൊരു തടസ്സവും കൂടാതെ നടക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ വന്നിട്ട് ഗണപതി ഹോമം കഴിച്ചു കേട്ടോ. ഇന്നിവിടെ കൂട്ട ഗണപതി ഹോമം ഉണ്ടായിരുന്നു. കർക്കിടക മാസത്തിൽ ഗണപതി ഹോമം കഴിക്കുന്നത് വളരെ ഉത്തമമാണല്ലോ. പ്രസാദവും കിട്ടി. ആലിൻ്റെ ചോട്ടിലാണ് നമ്മുടെ ഹനുമാൻ സ്വാമി ഇവിടെ ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പക്ഷേ ഞാൻ ആ പ്രതിഷ്ഠയൊന്നും എടുത്തില്ല, അത് നമുക്ക് ദോഷമാണ്. അമ്പലത്തിൽ വന്ന് സമാധാനമായി തൊഴുതു. നല്ല ഐശ്വര്യമുള്ള അമ്പലം. ഇത് പോണത് തൃശ്ശൂർ കുന്നംകുളം റോഡാണ് കേട്ടോ. കണ്ടില്ലേ, മെയിൻ റോഡിൻ്റെ വക്കത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്.